സംസ്ഥാന വനം പ്രിൻസിപ്പൽ സെക്രട്ടറി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വൈൽഡ് ലൈഫ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറലിന് അയച്ച കത്താണിത്. ഈ വർഷം ഫെബ്രുവരി 3 അയച്ച കത്തിലെ ആവശ്യം ഇതാണ്. സംസ്ഥാനത്തെ ആന ഉടമകൾക്കും വന്യജീവികളുടെ ശരീരഭാഗം സൂക്ഷിക്കുന്നവർക്കും ആ വിവരം സർക്കാരിനെ അറിയിച്ച് രേഖകൾ കൈപ്പറ്റാൻ വീണ്ടും അവസരം നൽകണം. 2003 ഒക്ടോബർ 18 വരെ കേന്ദ്ര സർക്കാർ ഇതിന് സമയം അനുവദിച്ചിരുന്നു. വന്യമൃഗങ്ങളുടെ ശരീരഭാഗം സൂക്ഷിക്കുന്നവർ അത് സർക്കാരിനെ അറിയിച്ച് രേഖകൾ കൈപ്പറ്റണമെന്ന് 2003 വ്യാപകമായി അച്ചടി ദൃശ്യമാധ്യമങ്ങൾ വഴി ജനങ്ങളെ അറിയിച്ചിരുന്നു. അന്ന് വിവരങ്ങൾ അറിയിക്കാത്തവർക്ക് വീണ്ടും അതിനുള്ള അവസരം നൽകണം. 9 വർഷം മുമ്പ് അവസാനിച്ച സമയപരിധി വീണ്ടും നീട്ടിക്കിട്ടണമെന്നാണ് ആവശ്യം. മോഹൻലാൽ ആനക്കൊമ്പ് കേസിൽ കുടുങ്ങി 1 മാസം കഴിഞ്ഞതുമാണ് സംസ്ഥാന വനം വകുപ്പിന് ഇത്തരം ഒരു ആവശ്യം തോന്നിയത്. നടന്റെ ആനക്കൊമ്പുകൾക്ക് സർക്കാർ രേഖയുണ്ടാക്കി നൽകാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്ന് വ്യക്തം. ഈ വർഷം ഏപ്രിൽ 24-ന് ഇതേ ആവശ്യവുമായി മന്ത്രി ഗണേഷ് കുമാർ കേന്ദ്ര സഹമന്ത്രി ജയന്തി നടരാജന് വീണ്ടും കത്തയച്ചു. ഗണേഷിന്റെ ആവശ്യം മുഖവിലയ്ക്ക് പോലും എടുക്കാതെ തള്ളിക്കൊണ്ട് ജയന്തി നടരാജൻ അയച്ച മറുപടിയാണിത്. മറുപടിയിൽ ഇങ്ങനെ പറയുന്നു: പ്രിയ ഗണേഷ് കുമാർ, താങ്കളുടെ ആവശ്യം വന്യജീവികളുടെ ശരീരഭാഗങ്ങൾ അനധികൃതമായി കടത്തുന്നതിനും രഹസ്യമായി കൈമാറ്റം ചെയ്യുന്നതിനും വഴിവെക്കും. വനം സംരക്ഷിക്കാനുള്ള നമ്മുടെ ശ്രമങ്ങൾക്ക് പഴുതു സൃഷ്ടിക്കാനും അത് സഹായിക്കുമെന്ന് കേന്ദ്ര മന്ത്രാലയം കരുതുന്നു. അതുകൊണ്ട് സമയം നീട്ടി നൽകണമെന്ന താങ്കളുടെ ആവശ്യം മന്ത്രാലയം ഗൗരവമായി കാണുന്നില്ല. സംസ്ഥാന വനം മന്ത്രിക്ക് കടുത്ത ഭാഷയിലുള്ള മറുപടിയായിരുന്നു കത്ത്. വന്യമൃഗങ്ങളുടെ ശരീരഭാഗം അനധികൃതമായി സൂക്ഷിച്ചതിന് സംസ്ഥാനത്ത് നിരവധി പേർ നിയമ നടപടികൾ നേരിടുന്നുണ്ട്. ചിലർ ജയിലിലുമാണ്. ഈ സാഹചര്യത്തിലാണ് സുഹൃത്തുകൂടിയായ സൂപ്പർ സ്റ്റാറിനെ സംരക്ഷിക്കാൻ വനം മന്ത്രി തന്നെ വനനിയമങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്. മനു ഭരത്, ഇന്ത്യ വിഷൻ, കൊച്ചി.